പാഴ്സൽ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അതാണ് പണി. വരുന്ന അഡ്രസ്സുകളുടെ പാഴ്സൽ എടുക്കുകയാണ്. ചമ്മന്തിപ്പൊടി വെക്കുന്നുണ്ട്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഒരു പാക്കറ്റ് വെക്കുന്നുണ്ട്, പിന്നെ നെല്ലിക്കച്ചാർ വെക്കുന്നുണ്ട്. അപ്പം നെല്ലിക്ക ഇത്രയും സാധനം വെച്ചു. അടുത്ത ഏറ്റവും സേഫ് പാക്കിംഗ് ആണ് കേട്ടോ. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പാഴ്സൽ അയക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും സേഫ് പാക്കിംഗ് ആണ്. ഒരു ലീക്കോ പൊട്ടിപ്പോവുകയോ ചോർച്ചയോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ എളുപ്പത്തിൽ എങ്ങനെ പാക്ക് ചെയ്യാമെന്നതാണ് കാണിക്കുന്നത്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടെ നമ്മളൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ, ഗൾഫിൽ മാത്രമല്ലല്ലോ, നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഇങ്ങനെ ഒരു പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഇത് പൊട്ടാതിരിക്കും. നമ്മൾ അയക്കുന്നതിൽ ഒരിടത്തും നമുക്ക് ഒരു പരാതിയും കേൾക്കാതെ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ പാക്ക് ചെയ്താൽ. നമുക്ക് ഒരു പൊട്ടി എന്ന് നമ്മൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് 7 വർഷത്തിനിടയ്ക്ക് ഒരു 3-4 പേരുടേത് മാത്രമാണ് പൊട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്ത് പെർഫെക്റ്റ് പാക്കിങ് ആണ് പറയുന്നത് കേട്ടോ. അതിലൊരു ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ പാക്ക് ചെയ്ത് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ വെച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ഇതൊന്ന് കണ്ട് പഠിച്ചാൽ മതി. 2 പാഴ്സലായി 3 പാഴ്സൽ, ഇനി ഒരു 2 പാഴ്സലൂടെ ഉണ്ട്. അപ്പോൾ ഇത് 3 എണ്ണമായിട്ടുണ്ട്. ഹായ്, എന്താ ചെയ്യുന്നേ? ഇതേ നമ്മൾ ഇന്നലെ മിനിയാന്ന് ഉണ്ടാക്കി വെച്ച മീനച്ചാറ് കൊതി വന്നിട്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കോരി എടുത്തുകൊണ്ട് വന്ന കാരണമെന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞു, എനിക്ക് ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ, ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നാണ് മെനിഞ്ഞാന്നുണ്ടാക്കിയ അച്ചാറ് ഇന്നാണ് കോരിയത്. കാരണം തണുക്കണമല്ലോ, നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് തണുത്തു. അപ്പോൾ ഞാൻ കോരി എടുത്തുകൊണ്ട് വന്നു. അത് തിന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഈ രുചി എന്ന് പറയുന്നത് എരിവുണ്ട് അതിൻ്റെ തൊണ്ടയിൽക്കാൻ. രുചി എന്ന് പറയുന്നത് നമുക്ക് തൃപ്തികരമാവിധം നമ്മുടെ നാവിലെത്തുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. തീർച്ചയായും നമ്മുടെ ഈ മീനച്ചാറ് അത് തന്നെയാണ്. ഒരു കറിയും വേണ്ട, മീനച്ചാറ് മാത്രം മതി ചോറ് കഴിക്കാൻ. ഒരുപാട് പ്രവാസികളാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. പ്രവാസത്തിലോട്ടായിരിക്കുന്ന ഹോസ്റ്റലിലായിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യർ, നൈമിത്രയെ ചേർത്ത് പിടിച്ച മനുഷ്യർ. ഇനി എന്താണ് പറയാനുള്ളത്? നൈമിത്ര നോഷോഫ് ഖാൻ പറയൂ. അപ്പോഴേ നൈമിത്ര ദ ഹാർട്ട് ഓഫ് ടേസ്റ്റ്, അതാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷത്തിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. 7-ാം വർഷത്തിലാണ്. നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വർഷങ്ങളായിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. ഇന്ത്യ മുഴുവനും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ കഴിക്കാൻ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ വിൽക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു മേക്കിംഗ് അല്ല. നമ്മൾ കഴിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. നമ്മുടെ വരുമാന മാർഗം, നമ്മുടെ ജീവിതം അതിലാണ്. ഓരോന്നോരോന്ന് കാണിച്ചു തരും. എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ ഉള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പം കാണിച്ചു തരും. ഇതാണ് നമ്മുടെ നെല്ലിക്ക. സത്യം പറയാം, ചില സമയങ്ങളിൽ നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരില്ല എന്നൊന്നുമല്ല. ആ സമയത്ത് മേടിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ചേച്ചി ഈ തള്ളുകയാണോ എന്ന് തോന്നുന്നോ എങ്കിൽ അവരോട് കൂടി പറയാനുള്ളതാണ്, ഈ 7 വർഷമായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ അച്ചാറുകൾ പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ 100 പേരിൽ 85 പേരും നല്ലതെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഒരുപാട് പണം സമ്പാദിച്ചിട്ടില്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംരംഭമാണ് എന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ ചെറിയ അടുക്കളയിൽ കുറച്ച് പേരിൽ എത്തിക്കുകയാണ്. വലിയൊരു സംരംഭം മുന്നിലുണ്ട്, വലിയൊരു ഒരു ഉദ്യമം മുന്നിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ ഊട്ട്പേശയിൽ നൈമിത്ര ഉണ്ടാവണമെന്ന ഒരു അത്യാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്ക അച്ചാർ, കാട്ടുനെല്ലിക്ക എന്ന് നമ്മൾ പറയുന്ന നെല്ലിക്ക അച്ചാർ. റെയറായിട്ടുള്ള ഒരുപാട് അച്ചാറുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഷോപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റെയറായിട്ടുള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തൈര് മുളകാണ്. തൈര് മുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊണ്ടാട്ടം മുളക് അച്ചാറിടുന്നതാണ്. സ്പെഷ്യൽ ടേസ്റ്റാണ്. പഴങ്കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനൊക്കെ പൊളിയാണ്. ഞാനിത് ഓരോന്നിൻ്റെയും എന്തോത്തിൻ്റെ കോമ്പിനേഷനാണെന്ന് പറയാം. നെല്ലിക്ക അച്ചാർ തീർച്ചയായിട്ടും ചോറിന് നല്ലതാണ്.
ഇത് നമ്മുടെ നോൺ വെജിൻ്റെ എന്താണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ബീഫ് അച്ചാറാണ്. ഈ പൗച്ച് കണ്ടോ, ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രവാസികളാണ് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഇതുപോലത്തെ പൗച്ച് എന്ന് പറയുന്നത്. ഈ പൗച്ച് നമ്മൾ പിന്നെ ബോട്ടിലുകളിൽ കൊടുക്കുമ്പോൾ മിക്കവാറും ലീക്കാവും. ഇത് ഡ്രസ്സിൻ്റെ കൂടെ വരെ വെച്ച് നമുക്ക് അയക്കാൻ പറ്റും. അതാണ് ഇത് ബീഫ് അച്ചാറാണ്. പിന്നെ നമ്മുടെ സ്റ്റിക്കർ, നമ്മുടെ ലേബൽ തീർന്നു പോയി. ഇത് വെളുത്തുള്ളി അച്ചാറാണ്, വെളുത്തുള്ളിയുടെ അച്ചാറാണ്. പൊളിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമായും ഭയങ്കര പൊളിയാണ്. ഇത് ഇഞ്ചിക്കറിയാണ്. ഇത് തിരുവനന്തപുരം കൊല്ലം സ്റ്റൈല് ഇഞ്ചിക്കറിയാണ്, ജിഞ്ചർ കറി. ഇത് നമ്മളുടെ രീതിയിൽ ഉള്ളിയൊക്കെ ചേർത്തിട്ട് വയ്ക്കുന്നതാണ്. ഇതൊരു 3-4 മാസം വരെ ഒരു ടേസ്റ്റും പറയാതെ ഇരുന്നോളും. അത് സൂപ്പറാണ്. വാങ്ങിച്ചവരുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വീഡിയോയിൽ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. എന്ന് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയണം. പിന്നെ കള്ളം പറയുന്നതാണെങ്കിൽ എനിക്കത് മനസ്സിലാവും. അല്ലാതെ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് അറിയാമല്ലോ ആൾക്കാർ. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ്. നമ്മുടെ നോൺ വെജിൽ നമുക്ക് ഒരുപാട് സെയിലുള്ള ഐറ്റമാണ് മീനച്ചാറ്. മീനച്ചാറ് നമ്മളത് ഇപ്പോൾ അങ്ങോട്ട് പാക്ക് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒന്ന് പറയൂ, മീനച്ചാറിനെ കുറിച്ച് ഒന്ന് പറയൂ. മീനച്ചാർ നമ്മുടെ കേരച്ചൂരയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു 70 കിലോ 80 കിലോ ഒക്കെ ഉള്ള വലിയ കേര വാങ്ങി മുറിച്ച് അച്ചാർ ഉണ്ടാക്കുന്നതാണിത്. ഇത് ടേസ്റ്റിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഒരു സാധനമാണ് മീനച്ചാർ. മീനച്ചാർ ഇതുണ്ട്, ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റും ഇത് 250 ഗ്രാമിൻ്റെ പാക്കറ്റുമാണ്. ഇനി നമ്മുടെ മാസ്റ്റർ പീസ് നമ്മുടെ ചമ്മന്തിപ്പൊടിയാണേ. അതെ, ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇടിച്ചമ്മന്തി, തേങ്ങാ ചമ്മന്തിപ്പൊടി, ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയുന്ന ഏറ്റവും ആൾക്കാർ ചോറ് കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ ചെമ്മീൻ പൊടി ഉണ്ടല്ലോ, അത് നല്ല സ്പെഷ്യലാക്കി ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇനി നമ്മുടേതുള്ളത് നെത്തോലിയുടെ ചമ്മന്തി, കൊഴുവ, നെത്തോലി അഥവാ കൊഴുവയുടെ ചമ്മന്തിപ്പൊടി. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് ക്രഷ്ഡ് ബീഫിൻ്റെ ഇടിയിറച്ചിയാണ്. നമുക്ക് ചിക്കൻ്റെയും ഇടിയിറച്ചി ഉണ്ട്, ബീഫിൻ്റെയും ഉണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്, ഇത് ബീഫിൻ്റെയാണ്. ബീഫിൻ്റെ ഇടിയിറച്ചി പൊളി മാസാണ്. ഞാനിതൊന്നും കള്ളം പറയുന്നത്, നമ്മളിരുന്ന് കള്ളം പറയുന്നതല്ല. നിങ്ങളിത് വാങ്ങിച്ച് നോക്കണം. ഫോൺ നമ്പർ കൊടുത്തേക്കാം, വിളിക്കണം. ഇന്ത്യയിൽ എവിടേക്ക് നമ്മൾ അയച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പറയാൻ കാരണം ഈ കുറേ പേര് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു സ്വപ്നമുണ്ട്, സ്വന്തമായിട്ട് ഒരിടം കണ്ടെത്തുക എന്നത്, നൈമിത്രയ്ക്ക് ഒരിടം കണ്ടെത്തുക എന്നത്, കുറേ പേർക്ക് ജോലി കൊടുക്കുക എന്നത്. നമ്മൾ വലിയൊരു പണക്കാരായി ഈ ലോകത്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു ഇടം കണ്ടെത്തുക, നൈമിത്രയ്ക്ക് ഒരിടം കണ്ടെത്തുക എന്നൊക്കെ ഉള്ളത്. ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ, ഞാനൊരു വലിയ ദുഃഖത്തിൽ, അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് നൈമിത്ര എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടാകുന്നത്. നൈമിത്ര എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടായത് എങ്ങനെയെന്ന് കഥച്ചു പറഞ്ഞു. ബീഫ് ഇടിയിറച്ചിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ കുരുമുളകൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുന്നത്, റെഡി ടു ഈറ്റ് ആണ്. അപ്പോൾ ഇത് പാക്കറ്റ് ഓപ്പണാക്കി, ഇത് സീൽഡ് കവർ, ഇതാണ് സീൽഡ് പൗച്ചാണ്. അപ്പോൾ ഇത് പാക്കറ്റ് ഓപ്പണാക്കുക, ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ആവശ്യത്തിന് ഇടുക, വീണ്ടും സീൽ ചെയ്ത് വെക്കുക. ആ രൂപത്തിലാണ് അത് പാക്ക് ചെയ്യുന്നത്. പറഞ്ഞു വന്നത് നൈമിത്ര എന്നുള്ള ബ്രാൻഡിൻ്റെ തുടക്കം, ഇതൊരു 2017 തുടങ്ങിയ ഒരു ബ്രാൻഡാണ് നൈമിത്ര എന്നുള്ള. ഒരുപാട് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു ബ്രാൻഡിൻ്റെ പേര്, ആ ഒരു ബ്രാൻഡ് നെയിം. ഒരുപാട് അതെ, പുതിയ സൗഹൃദം, അതാണ് ഈ നൈമിത്ര എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങി. ആ ബ്രാൻഡിൽ ആദ്യം മാങ്ങ, നാരങ്ങ, നെല്ലിക്ക അങ്ങനെയുള്ള കുറച്ച് തരം അച്ചാറുകളുമായിട്ട് തുടങ്ങി. ആൾക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂട്ടി. മീനച്ചാറ്, ബീഫ് അച്ചാറ്, ചെമ്മീൻ അച്ചാറ്, കണവ അച്ചാറ്, പിന്നെ കല്ലുമ്മക്കായ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്, കൊറോണയ്ക്കൊക്കെ മുമ്പ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം ബീഫിൻ്റെ ഇടിയിറച്ചി എന്ന് പറയുന്ന സാധനം, അത് അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള സാധനം. അതുപോലെ തന്നെ ചിക്കൻ കാന്താരിയും കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്ന ഒരു ഇടിയിറച്ചി ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ഇടിയിറച്ചി. ചിക്കൻ കാന്താരി എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ആ സാധനം നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തന്നെ. ചെമ്മീൻ ചമ്മന്തിപ്പൊടി നമ്മൾ സാധാരണ ഇടിച്ചമ്മന്തി ഇതൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ലോകം, നമ്മുടെ ഒരു ജീവിതം, നമ്മുടെ അത്താണി. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ എല്ലാവരോടും ഒരുപാട് സ്നേഹം. കുറേ പേര് എന്നോട് പറഞ്ഞു, നീ ചേച്ചി ഹായ് പറയണേ എന്ന് പറഞ്ഞ എല്ലാവരോടും വലിയ ഹായ്. നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം,
നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതൊരു കച്ചവട തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. നമുക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയാവൂ. സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പരസ്പരം സംസാരിക്കുക എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നൈമിത്ര എന്നാൽ പുതിയ സൗഹൃദങ്ങളാണ്, പുതിയ പുതിയ സൗഹൃദങ്ങളാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മളുണ്ടാക്കുന്ന ഈ വിഭവങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ എത്തണം. അതുകൊണ്ട് നമുക്ക് ജീവിത മാർഗമാവണമെന്ന ചിന്തയുണ്ട്. അപ്പോൾ ഒരു ഐറ്റം അടുക്കളയിൽ ചേച്ചി തയ്യാറാക്കുന്നുണ്ട്. അതുകൂടി കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സൂപ്പർ ഐറ്റമാണ്. അതുകൂടി കാണിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നുകൂടെ പറയാനുണ്ട്. ഇത് ഒരു മെയിനായിട്ടൊരു കാര്യം പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിയാമല്ലോ, പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നതല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് നമ്മൾ മറ്റുള്ളവർ കൂടെ കൊടുത്ത് നമ്മുടെ ഒരു ജീവിത വരുമാനം കണ്ടെത്തുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും പാഴ്സൽ അയക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴിയും DTDC കൊറിയർ വഴിയും ഡെലിവറി എന്ന് പറഞ്ഞൊരു കൊറിയർ സർവീസ് ഉണ്ട്. ഈ 3 കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും പാഴ്സൽ സർവീസ് ഉണ്ട്. ജമ്മു കാശ്മീർ, വെസ്റ്റ് ബംഗാൾ ഒക്കെ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക, അഡ്രസ്സ് തരിക, എന്തൊക്കെ വേണമെന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഞങ്ങൾ തരും. ആവശ്യമുള്ള ഓർഡർ ചെയ്ത് അഡ്രസ്സ് തരിക, അയച്ചു തരും. ഒരു കാശ്മീരൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരാഴ്ച മുതൽ 10 ദിവസത്തിനുള്ളിൽ കിട്ടും. കേരളത്തിൽ എല്ലായിടത്തും പിറ്റേ ദിവസം കിട്ടും. ഒരു കാര്യം കൂടിയുണ്ട്, മറന്നോട് പിന്നെ ഓർക്കുന്നതാണ്, ആർമിയിലുള്ള ഒരുപാട് സഹോദരന്മാർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ വീട്ടമ്മമാരോട് പറയാനുള്ളത് എല്ലാത്തരം മസാലകളും ഉണ്ട്. സാമ്പാർ മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, ഗരം മസാല, മീറ്റ് മസാല, ഇഡ്ഡലി ദോശ ചട്നിപ്പൊടി, ഇതെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചതിൽ അതുകൂടെ എടുത്തില്ല, അതുകൂടി നിങ്ങളെ കാണിക്കാം. അതെല്ലാം ഉണ്ട്. ഈ വീഡിയോ ഒന്ന് നീണ്ടു പോയാൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ പെട്ടെന്ന് കാണിച്ചു നിർത്താം. നമ്മുടെ മസാലകളാണ്. ഇത് നമ്മുടെ സാമ്പാർ മസാല, ഫിഷ് മസാല കാണാൻ വയ്യ, ഫിഷ് മസാല, സാമ്പാർ മസാല, ചിക്കൻ മസാല, ഗരം മസാല ഉണ്ട്. സത്യം പറയാലോ, ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ അച്ചാറുകളെല്ലാം വാങ്ങി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കുക. ഒന്ന് എടുത്തു പറയാം, ഇത് നോൺ വെജ് എല്ലാം 3 മാസത്തിനപ്പുറം ഇരിക്കാൻ സാധ്യതയില്ല. നമ്മൾ അങ്ങനെയാണ് പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ഉണ്ടാക്കുന്നത്. തൽക്കാലം അങ്ങനെയാണ് എന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നതല്ല, തൽക്കാലം 3 മാസമേ ഇരിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഈ 3 മാസത്തിനപ്പുറം ഇരിക്കാനായിട്ട് പഠനങ്ങൾ നടത്തുകയാണ്. വെളുത്തുള്ളി ഒഴിവാക്കിയാൽ ഇരിക്കത്തൊട്ട് എന്നുള്ളൊരു തോന്നലിൽ വെളുത്തുള്ളിയെ ഒഴിവാക്കിക്കൊണ്ട് നോൺ വെജുകളിൽ വെളുത്തുള്ളിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 മാസം വരെയൊക്കെ അതൊരു ടേസ്റ്റ് പറയാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ മാർഗ്ഗങ്ങൾ തേടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഐറ്റം കൂടി കാണിച്ചുകൊണ്ട് നിങ്ങളോട് ഇന്നത്തേക്ക് വിടാം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ കാണണം, ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഉറ്റവരെ അറിയിക്കണം. ഈ രുചി, ഈ കലർപ്പില്ലാത്ത രുചി നിങ്ങളിൽ എത്തണം. വീൽചെയറിലിരിക്കുന്ന ഒരാളുടെ പോരാട്ടം അല്ലെങ്കിൽ ഒരു സഹതാപം എന്നതിലുപരി ചേർത്ത് പിടിക്കണം. കാരണം എനിക്ക് ജീവിച്ച് മറ്റുള്ളവരെ കാണിക്കണം, എനിക്ക് പ്രചോദനം ആവണം. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യരാണ് എൻ്റെ കൈയും കാലും കണ്ണും എല്ലാം ഇവരാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മനുഷ്യരെന്നാണ് ഞാൻ ഇവരെ പറയുന്നത്. എൻ്റെ കാക്കച്ചി, എൻ്റെ ചേച്ചി, അങ്ങനെ നമ്മൾ അടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിൽക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈ വീഡിയോ നീണ്ടുപോകും. നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു ഐറ്റം കൂടി കണ്ടുകൊണ്ട് നമുക്ക് വിടവാക്കാം. ഇന്നത്തേക്ക് എന്ത് ചെയ്യുവാ? ചൂര ഉലർത്തുന്നു. പച്ചമുളക് ചതച്ചിട്ട് ചൂര ഫ്രൈ ആക്കിയതിനു ശേഷം ഉലർത്തുന്നതാണ്. അപ്പോൾ ചൂണ ചില്ലി. ഈ ആളാണ് നൈമിത്രയുടെ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ആൾ. നോക്കൂ, ഒരു ഹായ് പറയൂ. ഹായ്. നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി. അഭിപ്രായം ആർക്കും അഭിപ്രായം? ഇത് കുറച്ചേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരുപാട് ജോലിയുണ്ട് ഇങ്ങനെ ഇതൊന്ന് പിന്നെ വരട്ടിയെടുക്കാനേ. അപ്പോൾ വേറൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറത്തേക്കും കൂടെ പണിയുണ്ട്, എന്നാലേ ഇത് ആവുള്ളൂ. ഓക്കെ.